നമ്മളെല്ലാം ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങൾ, എൻ്റെ പ്രിയമുള്ളവരെ, ഞാറ്റുവേലയുടെ ആരംഭമുള്ള ദിവസമാണ്. പ്രകൃതി നമുക്ക് വേണ്ടി നിൽക്കുകയാണ്. അതുകൊണ്ടൊരു നീണ്ട പ്രസംഗം ആഗ്രഹിക്കുന്നില്ല. പറയാൻ പലതുമുണ്ട്. ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിൻ്റെ നന്ദി ആദ്യം പറയേണ്ടത് ജി സുധാകരൻ എന്ന് പറയുന്ന ഇന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോടും അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയോടാണ്. വ്യത്യസ്ത രാഷ്ട്രീയമാണ് ഞങ്ങളേത്. പിന്നീട് തുടർന്ന് വന്ന എല്ലാ ആളുകളും ഇതിൻ്റെ തറക്കല്ലിടൽ കർമ്മം ഉമ്മൻചാണ്ടി സാർ, ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പിണറായിയെ പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടാവാം. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് കടപ്പാടുള്ള മനുഷ്യനാണ്. ഞാൻ നേരിട്ടിപ്പോൾ വല്ലാതെ വിളിക്കാറോ കാണാറോ ഒന്നും ഇല്ലെങ്കിൽ പോലും ജോണിനെ കാണുമ്പോഴൊക്കെ ഈ സ്ഥാപനത്തിനെ പറ്റി ശ്രദ്ധിക്കാറുണ്ട്. എന്തെങ്കിലും അപാകതയുണ്ടോ, എന്തെങ്കിലും സഹായം വേണം. നമുക്ക് രാഷ്ട്രീയം മാറ്റിവെക്കാം. എങ്ങനെ ഈ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും, അതാണ് ആലോചിച്ചിട്ടുള്ളത്. ഞാൻ നീട്ടിയൊന്നും പറയുന്നില്ല. NBR പറ്റി ഇപ്പം ഈ സ്ഥാപനം ഏകദേശം 8000 ആളുകൾ OP-യിലും, ഇന്ന് ഡോക്ടർമാർ പറഞ്ഞ കണക്കാണ് 2013 ആളുകൾ IP-യിലും, എല്ലാ രംഗത്തും വന്നു. ഇത് നല്ലത് ചെയ്യുന്നത് കൊണ്ടാണ്. ഇന്ന് രാവിലെ പെയ്ത മഴ ഉച്ചയ്ക്ക് അവസാനിക്കുക. ഞാൻ എൻ്റെ പ്രവർത്തകരോട് പറഞ്ഞ് 4 മണിക്ക് ശേഷം 6 മണി വരെ മഴയുണ്ടാവില്ല. അവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പ്രകൃതി അതിൻ്റെ കൂടെ നിൽക്കുന്നു, നല്ലത് മാത്രം ചെയ്യുന്നതുകൊണ്ട്. ഇനി ഇത് നടന്നു പോകും. ഇപ്പോൾ ഈ പഞ്ചായത്തിൽ ശങ്കരനാരായണൻ സാർ ഇവിടെ പറഞ്ഞു, എല്ലാവർക്കും ഫ്രീ. എല്ലാവർക്കും ഈ സൂക്കേട് വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2 മാസമായ കുട്ടിയടക്കം ഈ ഹോസ്പിറ്റലിൽ ക്യാൻസർ രോഗിയായിട്ടിരിക്കുക. ഓരോ ദിവസവും ഇവിടെ കയറി വരുമ്പോൾ ആളുകളുടെ വരവ് ഒക്കെ മനസ്സിനെ അസ്വസ്ഥതനാക്കുന്നു. വിജയേഷനെ പോലത്തെ ഒരാൾ ഇത് തുടങ്ങേണ്ടിയിരുന്നോ എന്നാണ് ഇപ്പോൾ എൻ്റെ മനസ്സാലോചിക്കുന്നത്. പക്ഷെ എങ്ങനെ ആളുകളെ സഹായിക്കുക? ഈ പഞ്ചായത്തിലെ ആളുകൾക്ക് 30% ഞങ്ങളിപ്പോൾ ഫ്രീ ആയി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു, മെഡിസിൻ ഒഴിച്ച്. എന്നോട് കുറച്ച് മുമ്പ് ചോദിച്ചു, എങ്ങനെ ഇത് നടത്തിക്കൊണ്ടുപോകും? അറിയില്ല സാർ. എത്ര ദൂരം നടക്കും അതും അറിയില്ല. പക്ഷെ നടത്താൻ നമ്മൾ ഒരുമിച്ച് നിന്നാൽ. ഈ അടുത്ത 16-ാം തീയതി ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ ഈ ചടങ്ങിൽ ഈ സ്ഥലത്ത് ഏറ്റവും ആധുനിക ഒരു യന്ത്രം, എന്താണ് എനിക്ക് അതിൻ്റെ പേരറിയില്ല, അത് ഉദ്ഘാടനം ചെയ്തതോടുകൂടി ടാറ്റയുടെ ഏറ്റവും വലിയ ക്യാൻസർ സെൻ്റർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടാറ്റ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് കഴിഞ്ഞാൽ കൽക്കത്ത ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിനപ്പുറത്തേക്ക് ആവല് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കും സൂക്കേട് വരാതിരിക്കട്ടെ, ആർക്കും ഫ്രീ കൊടുക്കാനല്ല, ക്യാൻസർ എങ്ങനെ വരാതിരിക്കാൻ കഴിയും എന്നാണ് ആലോചിക്കുന്നത്. തറക്കല്ലിടുമ്പോൾ ഞാൻ പറഞ്ഞു, 2015 നവംബറിൽ തറക്കല്ലിടുമ്പോൾ 13-ാം തീയതി തറക്കല്ലിടുമ്പോൾ ഞാൻ പറഞ്ഞു 2017 ജനുവരി എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. 2017 ഞാൻ അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോയ സദസ്സിൽ വെച്ച് ഞാൻ പറഞ്ഞു, 2027 എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ക്യാൻസർ സെൻറ്റർ കന്നഡി ക്യാൻസർ സെൻറ്റർ ആണെങ്കിൽ അതിന് തുല്യമായി അതിനപ്പുറത്തേക്ക് റിസർച്ച് നടത്തി എങ്ങനെ ക്യാൻസർ ഇല്ലാതിരിക്കാൻ പറ്റും എന്നാണ് ആലോചിക്കേണ്ടത്. ക്യാൻസറിനെ പറ്റിയോ സൂക്കറിനെ പറ്റിയോ അതിലൊന്നും ഒരു വിദഗ്ധനല്ല. ഇനി ഞാൻ NBR 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. NBR എങ്ങനെ എന്നെ സ്വാധീനിച്ചു എന്ന് ചോദിച്ചാൽ അറിയില്ല. ആദ്യമായി NB രാഘവൻ എന്നോട് ഇരിക്കാൻ പറയുന്നത് ഞാൻ ഫറൂഖ് അർബൻ ബാങ്ക് RBI ലൈസൻസോടുകൂടി ലൈസൻസ് വാങ്ങി വന്നപ്പോഴാണ്. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലൈസൻസ് കിട്ടി ഫറൂഖിൽ അർബൻ ബാങ്ക് തുടങ്ങാൻ. അണക്കോ? അത് കിട്ടി.
മാധവ അതൊന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞാൽ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ PS അഡീഷണൽ രജിസ്ട്രാറായിരുന്ന മാധവൻ സാർ, അദ്ദേഹം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്ന് എന്നെ കെട്ടിപ്പിടിച്ചു അദ്ദേഹത്തിൻ്റെ മുമ്പ്. അന്നാണ് NV രാഘവൻ, KC ബാലകൃഷ്ണൻ സാക്ഷിയാണ് അതിന്. ഈ സദസ്സിലുണ്ട് KC ബാലകൃഷ്ണൻ. അന്നാണ് ഒരു കഷ്ണം പിട്ടും ഒരു പപ്പടവും എടുത്തിട്ട് തന്നിട്ട് പറഞ്ഞ് കഴുകി. പിന്നീട് രാത്രി വിളിക്കുക, നടത്തിയെടുക്കാൻ കഴിയുമോ? കഴിയും. പിന്നീട് ആ ബന്ധം മക്കളെക്കാട്ടുപരി, എല്ലാരെക്കാട്ടിലുപരി, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഏതോ ഒരു സിനിമയിലുണ്ട്, മോഹൻലാൽ കിടക്കണ സമയത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ വന്നിട്ടൊരു സോപാന സംഗീതം പാടുന്നു. അതാണ് മനസ്സിലുള്ളത്. NVR മുമ്പിൽ ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു ഒരു സാധാരണക്കാരന്, സാധാ പ്രവർത്തകന്. ഇനി സഹകരണ മേഖലയിൽ എന്തെങ്കിലും ചെയ്യോ ഇന്ന് രാവിലെ ഏതോ TV-ക്കാർ ചോദിച്ചു. അതിന് എനിക്കുള്ള ഉത്തരം ഇല്ല. ഇനി അതിനുള്ള ഒരു കഴിവൊന്നുമില്ല. എന്നാലും സഹകരണ മേഖലയിൽ ഒരു ചെറിയ 5 സ്റ്റാർ ഹോട്ടലൊക്കെ തുടങ്ങാൻ പറ്റുമോ എന്ന ആലോചന മനസ്സിലുണ്ട്. തുടങ്ങാൻ പറ്റുമോ എന്നുള്ളത്, നാളെ തുടങ്ങിയെന്നൊന്നും പറയണ്ട, തുടങ്ങാൻ പറ്റുമോ? മനുഷ്യനല്ലേ, ഇനിയും ദിവസങ്ങൾ ജീവിച്ചു പോകണല്ലോ. ഏതായാലും സുഹൃത്തുക്കളെ, ഈ സദസ്സ് AK പോലെയുള്ള ഒരു വലിയ മനുഷ്യൻ നമ്മുടെ ഈ ചൂലൂരെത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ ദുബായിൽ നിന്നേറ്റ ഞങ്ങൾ ആരുമില്ലാത്ത സമയത്ത് ദുബായിലെ രാജാവിൻ്റെ ഒരു പ്രതിനിധി ഇവിടെ വന്ന് കണ്ടുപോയി. ആളുകൾ കാണാൻ ഇത് വരിക. ഞാൻ ചൂലൂരുകാരോട് ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ചൂലൂർ മാറുകയാണ്. ചൂലൂർ ലോകം അറിയപ്പെടുന്ന ഒരു പ്രദേശമായി മാറാൻ പോവുകയാണ്. അതിൻ്റെ തുടക്കമൊക്കെ കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതൊക്കെ അതിൻ്റെ സ്പീഡിൽ നടന്നുകൊള്ളൂ. ഏതായാലും AK പോലെ എന്നെ സ്നേഹിക്കുന്ന തങ്കച്ചൻ സാർ, ശങ്കരനാരായണൻ സാർ, അതുപോലെ എൻ്റെ നാട്ടുകാരൻ ബാലകൃഷ്ണൻ നായർ തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളോടും എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഏതായാലും അതിനപ്പുറത്തേക്ക് ഈ NVRൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ, അദ്ദേഹത്തിൻ്റെ മരുമകൻ, അദ്ദേഹത്തിൻ്റെ മകൾ, അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, അദ്ദേഹത്തിനെ പോറ്റി വളർത്തിയ പെങ്ങൾ, NVR വീട്ടിൽ പോകുമ്പോഴൊക്കെ എനിക്ക് ഭക്ഷണം തന്നിട്ടുള്ള ജാനിയെടുത്തി, ഇവരെല്ലാവരും ഈ സദസ്സിലെത്തി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ദിവസങ്ങളിലൊന്നായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. താങ്ക് യു സർ.